നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സെഷൻ ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആയതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ കമ്പാഷനെക്കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ? സ്നേഹം ആക്ഷനിലുണ്ടാവും, പ്രാവർത്തികമാകുമ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നു. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും റിഫ്ലക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് വെറും വാക്ക് മാത്രമായിട്ട് നിലനിൽക്കുന്നു. ലോർഡ് ജീസസ് പറഞ്ഞിട്ടുണ്ട്, ലവ് ദൈ നെയ്ബർ ആസ് ദൈ സെൽഫ്. അയൽക്കാരനെ നിങ്ങൾ നിങ്ങളോട് സ്നേഹമുള്ള പോലെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുക. വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. സെൽഫ്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മൈത്രേയിയോട് പറയുന്നതായിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടി തന്നെയാണ്. തിരിച്ചും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടി തന്നെയാണ്. അച്ഛൻ കുട്ടിയെ സ്നേഹിക്കുന്നു, അമ്മ കുട്ടികളെ സ്നേഹിക്കുന്നു, കുട്ടികൾ പേരൻസിനെ സ്നേഹിക്കുന്നു. എല്ലാത്തിനും യഥാർത്ഥത്തിൽ അവരവരോടുള്ള സ്നേഹമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോഴാണ്. നമ്മൾ ആദ്യം തന്നെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഒരുപക്ഷെ അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം അതിനെല്ലാം ട്രാൻസെൻഡ് ചെയ്യുന്നു. സ്വയം മറന്നിട്ടുള്ള ഒരു സ്നേഹം. നമുക്ക് കമ്പാഷൻ എന്നുള്ള ആ പദം
ഇതുമായിട്ട് നമുക്ക് തുലനം ചെയ്യാം. നമ്മളിവിടെ നൽകാൻ വന്നവരാണ്. നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത്. നമുക്ക് ജീവൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വേറൊരാളെ സഹായിക്കാൻ സാധിക്കുന്നത്. ആ ജീവൻ നമ്മളിലേക്ക് എനർജി തരുന്നു. ആ എനർജി ഉള്ളതുകൊണ്ടാണ് നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ജീവനില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളില്ല അവിടെ, ശരീരം തന്നെ ഇല്ല, ജീവനുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ചിന്താഗതി മാറ്റണം. എനിക്ക് ഓൾറെഡി ഉണ്ട്, നൽകപ്പെട്ടിരിക്കുന്നു, ഞാനിവിടെ നൽകാൻ വന്നതാണ്. അപ്പോൾ ഈ നൽകുമ്പോൾ എനിക്കെന്താണ് കിട്ടുന്നത് എന്നൊരു ചിന്ത വരും. ഞാൻ പലതും ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ കുറേ ആൾക്കാരെ സ്നേഹിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ സത്യം പറഞ്ഞു, എപ്പോഴും സത്യം പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ തരത്തിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നൽകുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? സഹജമാർഗത്തിൻ്റെ ഇപ്പോഴത്തെ മാസ്റ്ററായിട്ട് ദാജി ഒരു കഥ പറയാറുണ്ട്. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ പലപ്പോഴായിട്ടൊരു വ്യാപാരി ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തിലേക്ക് കഴുതകളുടെ മുകളിൽ എന്തോ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അദ്ദേഹം കഴുതയുടെ മുകളിൽ എന്താണ് കൊണ്ടുപോകുന്നത് എന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, ബലം പിടിപ്പുള്ള സാധനമൊന്നും കാണുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ സെക്യൂരിറ്റി ഓഫീസർ തൻ്റെ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷം ഈ വ്യാപാരിയെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അതൊരു വ്യാപാരിയോട് ചോദിക്കുകയാണ്, അങ്ങ് അതിർത്തി കടന്നിട്ട് എന്തോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, അതെന്തായിരുന്നു? കഴുതപ്പുറത്ത് എന്താണ് കൊണ്ടുപോയിരുന്നത്? അപ്പോൾ വ്യാപാരി പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിരുന്നത് കഴുതകളെ തന്നെയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഓഫീസർ അത് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും നൽകുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സത്യസന്ധനായിട്ട് പെരുമാറുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? ഞാൻ കൂടുതൽ സത്യസന്ധനാവുന്നു. അപ്പോൾ കമ്പാഷൻ നമുക്ക് നൽകുന്നത് എന്താണ്? നമുക്ക് കൂടുതൽ നൽകാനുള്ള കഴിവുണ്ടാക്കും. ആ സ്നേഹത്തിൻ്റെ സ്രോതസ്സ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നൽകുമ്പോഴാണ്, സ്നേഹം നൽകുമ്പോഴാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടു കൂടി നൽകൂ, സ്നേഹത്തോടു കൂടി ചെയ്യൂ. എനിക്ക് മാത്രമേ അത് ശരിക്കുള്ള എഫക്റ്റ് ഉണ്ടാക്കുള്ളൂ. ഹൃദയത്തോടു കൂടി ചെയ്യൂ എന്ന് പറയും. ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടാണ്. ഹൃദയത്തോട് ഇല്ലാതെ ചെയ്യുന്ന, ഹൃദയമില്ലാതെ, സ്നേഹമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും മൂല്യം ഉണ്ടാവില്ല. നമ്മൾ എത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുത്താലും അതിൻ്റെ പുറകെ സ്നേഹമില്ലെങ്കിൽ ആ ഗിഫ്റ്റിന് വിലയുണ്ടാവില്ല. നേരെ മറിച്ചിട്ട് സ്നേഹത്തോടു കൂടി നൽകുന്ന ഗിഫ്റ്റ് അത് വളരെ വില ഉള്ളതായിരിക്കും. നമുക്ക് നമ്മുടെ ഗുരുനാഥൻ തന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, കുട്ടി വരച്ച് തന്ന ഒരു പടം, അല്ലെങ്കിൽ പേരൻസ് നമുക്ക് നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അച്ഛൻ തന്നിട്ടുള്ള ഷേവിങ് സെറ്റ്, അച്ഛൻ തന്നിട്ടുള്ള പെന്ന്, വാച്ച് ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. പിന്നീട് നമ്മളത് വളരെ വില പിടിപ്പുള്ള സാധനങ്ങളായി സൂക്ഷിച്ചു വയ്ക്കുന്നു. കാരണം അതിൻ്റെ പുറകെ സ്നേഹമുണ്ടായിരുന്നു. ഈ സ്നേഹം തന്നെയാണ് വിഗ്രഹങ്ങൾക്ക് ഡിവിനൈസേഷൻ നൽകുന്നത്, ഡിവിനൈസ്ഡ് ആക്കുന്നത് വിഗ്രഹങ്ങളെ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു വിഗ്രഹം വാങ്ങിയെന്ന് വിചാരിക്കുക, അത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. നമ്മൾ അതിനോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രമേണ അത് ശക്തി പ്രാപിക്കുന്നതായി നമുക്ക് തോന്നുന്നു. ആരാണ് അതിന് ശക്തി നൽകുന്നത്? ഞാനാണ് ശക്തി നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത്. നമ്മൾ ഹൃദയം അർപ്പിക്കുമ്പോൾ എല്ലാത്തിനും ആ ശക്തി ലഭിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ഗിഫ്റ്റ് ചെയ്യപ്പെടുന്നത് സ്നേഹമാണ്. സ്നേഹം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ സ്നേഹം നൽകാനുള്ള കോൺഡ്യൂട്ട്സായിട്ട് മാറുന്നു. നമ്മുടെ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചാനൽസ് ഓപ്പൺ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഗിവ് ലവ് ഗെറ്റ് ലവ് എന്ന് പറയുന്നത്. നമ്മൾക്ക് സ്നേഹം നൽകാനാണ് അധികാരം. നമുക്ക് സ്നേഹം
ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ജീവൻ നൽകിയിരിക്കുന്നു. അത് ഡിവൈനായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. ഡിവൈനായിട്ടുള്ള പൂർണ്ണതയ്ക്ക് പ്രവഹിക്കാനുള്ള ഇൻസ്ട്രുമെൻസാണ് നമ്മൾ എന്ന് കരുതണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ മാറാൻ തുടങ്ങും. അപ്പോൾ ഈ തരത്തിലുള്ള നമ്മുടെ ഉള്ളിലെ ചാനൽസ് പ്യൂരിഫൈ ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണും. ഒന്ന് പറഞ്ഞാൽ വേണ്ട ചിന്തകൾ മാത്രം പുറത്തേക്ക് വരുന്നു, സ്നേഹം നിറഞ്ഞ ചിന്തകൾ മാത്രം വരുന്നു, സ്നേഹം നിറഞ്ഞ വാക്കുകൾ മാത്രം വരുന്നു, സ്നേഹം നിറഞ്ഞ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നു. നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാകുന്നു, നമ്മുടെ നെർവസ് ചാനൽസ് ഓപ്പൺ ചെയ്യപ്പെടുന്നു, നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ നമ്മൾ അലട്ടാതെയാകുന്നു. ഒരുപാട് രോഗങ്ങൾ ഈ തരത്തിൽ കമ്പാഷനിലൂടെ മാറുമെന്ന് സയൻസ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രോക്ക് വിക്ടിംസിന്, ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ, അവരോടൊക്കെ പറയുന്നത് പ്രാക്ടീസ് കമ്പാഷൻ എന്നാണ് പറയുന്നത്. കമ്പാഷനേറ്റ് ആകുമ്പോൾ നമ്മൾ സ്വയം മറക്കുകയാണ്. നമ്മൾ നേരെ മറിച്ചിട്ട് നമ്മളെ തന്നെ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ശക്തി നൽകുന്നു. എപ്പോഴും എൻ്റെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫ്ലോ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതേസമയം തന്നെ നമ്മൾ സെൽഫ് കമ്പാഷനും പ്രാക്ടീസ് ചെയ്യണം. എന്താണ് സെൽഫ് കമ്പാഷൻ? നമ്മൾ നമ്മളോട് തന്നെ കമ്പാഷൻ കാണിക്കണം. ശരീരത്തോട് കമ്പാഷൻ. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ശരീരം, ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഞാൻ എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളല്ല, ഒക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസാണ്. അത് നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും നമുക്ക് ഉപയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഉണർന്നു കഴിയുമ്പോഴാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരീരത്തിനോട് കമ്പാഷൻ. നമ്മൾ ആവശ്യത്തിന് എക്സസൈസ് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കാണ്ടിരിക്കുക. നമ്മുടെ ചിന്തകൾ പ്യൂരിഫൈഡ് ആകുമ്പോൾ നമ്മുടെ നെർവസ് ചാനൽസ് ഓപ്പൺ ചെയ്യപ്പെടുന്നു. തലച്ചോറിൻ്റെ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹത്തിൻ്റെ പ്രവാഹം വരുമ്പോൾ നമ്മുടെ നെർവ്സ് പുതിയ തരത്തിൽ റീജനറേറ്റ് ചെയ്യപ്പെടും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു തിയറി ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. 92%-ലധികം തലച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ഓപ്പൺ ചെയ്യണം. ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അത് ഓപ്പൺ ചെയ്യണം. അത് കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നെർവസ് ചാനൽസ് അതിനായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ കമ്പാഷൻ ആണ് നമ്മളെ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. നമ്മുടെ മുമ്പിൽ ആരാണ് എന്താണ് എന്ന് ചിന്തിക്കാതെ ഉള്ള ഒരു കമ്പാഷൻ, അത് ഡെവലപ്പ് ചെയ്യുന്ന ആദ്യം സെൽഫ് കമ്പാഷനിലൂടെയാണ്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷനും ഒരു സെൽഫ് കമ്പാഷൻ തന്നെയാണ്. എൻ്റെ മനസ്സിനെ ഉയർത്തുക, എനിക്ക് നൽകിയിട്ടുള്ള പവർസ് ആണിത്. ആ സ്രോതസ് എനിക്ക് നല്ല പവറാണ്. അതിനെ ഞാൻ എൻ്റെ മാക്സിമം തലത്തിൽ യൂട്ടിലൈസ് ചെയ്യും. എപ്പോഴാണ് ചെയ്യുക? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ. അപ്പോൾ അത് ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സെൽഫ് കമ്പാഷനാണ് മെഡിറ്റേഷൻ. അങ്ങനെ സെൽഫ് കമ്പാഷനേറ്റ് അല്ലാത്ത ഒരാൾക്ക് വേറൊരാളോട് സ്നേഹം കാണിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ, നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും എല്ലാം കമ്പാഷൻ കാണിച്ചിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആയിട്ട് മാറാൻ തയ്യാറാവുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റും ഉണ്ട്. നമ്മൾ കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കമ്പാഷനേറ്റ് ആവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അറിയാതെ തന്നെ നമ്മൾ ധ്യാനത്തിലേക്ക് പോകും, മെഡിറ്റേഷനിലേക്ക് പോകും. നമ്മുടെ ആ സ്രോതസ്സിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നമുക്ക് താല്പര്യം വരുന്നു, ഇൻട്രസ്റ്റ് വരും. അതല്ലാതെ മെഡിറ്റേഷനെ പറ്റിയിട്ടോ യോഗയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ പലർക്കും അതിൽ താല്പര്യം തോന്നില്ല. കാരണം സെൽഫിനെ പറ്റി ചിന്തിക്കുക, ലോവർ സെൽഫ് എന്ന് പറയും. സ്വാർത്ഥതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ, ആദ്യം കിട്ടണം എന്നാലേ കൊടുക്കുള്ളൂ. എനിക്ക് ഓൾറെഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് നൽകാൻ സാധിക്കുന്നത്. എനിക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. ഇതൊന്നും ഞാനിവിടെ ഉണ്ടാക്കിയതല്ല, എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. വായുവും വെളിച്ചവും എല്ലാം നൽകപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് നൽകിയോണ്ടാണ് എനിക്ക് വേറെ ആളെ സഹായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും വലിയ ഹീലിംഗ് എനർജി കമ്പാഷനാണ്. ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരുന്നത് കമ്പാഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് വെറും മെറ്റീരിയൽസ് ആണ്. ശാരീരിക തലത്തിൽ എന്തെങ്കിലും മാറ്റം വരും, പക്ഷേ ആ രോഗിക്ക് മാനസികമായിട്ട് തരത്തിൽ ഒരു മാറ്റം സംഭവിക്കില്ല. സ്ട്രെസ്സ് മാറ്റിയെന്ന് വരില്ല. ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കമ്പാഷനാണ് ഊർജം നൽകുന്നത്.
കമ്പാഷനാണ് ജീവൻ നൽകുന്നത്, കമ്പാഷനാണ് നമ്മളെ ഉയർത്തുന്നത്, കമ്പാഷനാണ് നമ്മളെ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ കമ്പാഷൻ സ്വയം പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ള ആ ബോധത്തോടു കൂടിയിട്ട് ചിന്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ അറിയാതെ തന്നെ നമുക്ക് ആ സ്രോതസ്സിലേക്ക് കണക്ഷൻ ലഭിക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ ആ ട്രാൻസ്മിഷൻ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ഈ അത്ഭുതമായിട്ടുള്ള ട്രാൻസ്മിഷൻ സ്വീകരിക്കാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഈ ചാനലിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വയം ഉയരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് തിരിച്ചറിയും. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.